കോഴിക്കോട് UDF മേയർ സ്ഥാനാർത്ഥി VM വിനുവിന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് മനഃപൂർവ്വം ഒഴിവാക്കിയെന്ന പരാതിയിൽ ജില്ലാ കളക്ടറുടെ തീരുമാനം ഇന്നാണ്. നഗരസഭാ ഇലക്ഷൻ റിട്ടേണിംഗ് ഓഫീസർ നൽകുന്ന റിപ്പോർട്ട് പ്രകാരമായിരിക്കും തീരുമാനം. വിവരങ്ങളുമായി ദീപക് ധർമ്മടമാണ് കോഴിക്കോട് നിന്ന് ചേരുന്നത്. ദീപക്, വെരി ഗുഡ് മോർണിംഗ്. ഇക്കാര്യത്തിൽ കഴിഞ്ഞ തവണ വോട്ട് ചെയ്തെന്നും ഇല്ലെന്നും ഒക്കെയുള്ള ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ചോദ്യം VM വിനുവിന് ഈ വർഷം വോട്ട് ചെയ്യാനാവുമോ, സ്ഥാനാർത്ഥിയാകാൻ പറ്റുമോ എന്നുള്ളതൊക്കെയാണല്ലോ. ക്രിസ്റ്റീന, ഹാഷ്മി, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം VM വിനുവിൻ്റെ സ്ഥാനാർത്ഥിത്വം മുതൽ വലിയ രീതിയിൽ വാർത്തയായിരുന്നു. പക്ഷേ എന്നാൽ ആ സ്ഥാനാർത്ഥിത്വത്തിന് നിലനിൽപ്പില്ല, വോട്ടില്ല എന്നുള്ള നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മുനിസിപ്പാലിറ്റിയുടെ, അതായത് കോർപ്പറേഷനിലെ റിട്ടേണിംഗ് ഓഫീസർ ഈ വോട്ട് ചേർക്കലിൻ്റെയും അതുപോലെ തന്നെ തള്ളലിൻ്റെയും ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ്റെ പ്രാഥമിക പരിശോധനയിൽ VM വിനുവിന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ടില്ല എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതായത് 2020 അദ്ദേഹം വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരുന്നില്ല, വോട്ട് ചെയ്തിട്ടില്ല എന്ന കണ്ടെത്തലാണ് എത്തിയിരിക്കുന്നത്. വിശദമായ പരിശോധനയിലും ഇത് തന്നെ കണ്ടെത്തുകയാണെങ്കിൽ സ്വാഭാവികമായും അത് ജില്ലാ കളക്ടർ ശരിവെച്ച് കഴിഞ്ഞാൽ VM വിനുവിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിനുള്ള സാധ്യത ഇല്ലാതാകും. കാരണം അദ്ദേഹത്തിന് ഈ കോർപ്പറേഷൻ പരിധിയിൽ വോട്ടർ പട്ടികയിൽ പേരില്ല എന്നുള്ള അവസ്ഥ വരും. പക്ഷേ എന്നാൽ കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് ഹൈക്കോടതിയിൽ പോയി ഒരു ഉത്തരവ് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറ്റുമെന്നുള്ളതാണ്. കാരണം ഒരു വോട്ടർ ആവാനുള്ള എല്ലാ രീതിയിലുള്ള അവകാശവും അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് ഇതൊരു പ്രത്യേക പരിഗണന നൽകണം എന്നാവശ്യപ്പെടുമെന്നുള്ളതാണ് കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്ന് പറയുന്നത്. VM വിനുവാണെങ്കിൽ ഈ കാര്യത്തിൽ ഞാൻ അല്പം മുമ്പ് VM വിനുവിനോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് കോൺഗ്രസ് തീരുമാനിക്കട്ടെ, എന്നെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചത് കോൺഗ്രസ് ആണ്, അവർ പരിശോധിക്കട്ടെ, അവർ ചെയ്യട്ടെ, അവർ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ട്, അതിനൊപ്പം ഞാനുണ്ട് എന്നുള്ളത് മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിൽ തോന്നിയത് അദ്ദേഹം ഒരു അല്പം നിരാശനാണ് എന്നുള്ളത് തന്നെയാണ്. കാരണം വീട്ടിലിരിക്കുന്ന ഒരാളെ സ്ഥാനാർത്ഥിയായി, മേയർ സ്ഥാനാർത്ഥിയായി കൊണ്ടുവരുന്നു, പക്ഷേ വോട്ടുണ്ടോ എന്നുള്ള പരിശോധന പോലും നടത്താതെയാണ് അത് ചെയ്തത് എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. പക്ഷേ എന്നാൽ കോൺഗ്രസ് ആണെങ്കിൽ രാഷ്ട്രീയമായി ഇത് CPM-ഉം CPM-നോട് അടുപ്പമുള്ള തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും VM വിനുവിൻ്റെ വോട്ട് വെട്ടിമാറ്റിയതാണ്, അതായത് ഡെലീഷൻ ഓപ്ഷനിൽ പോക്കിയതാണ് വോട്ട് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ എന്നാൽ പ്രാഥമികമായ പരിശോധനയിൽ അദ്ദേഹത്തിന് 2020 വോട്ടില്ല എന്നാണ് കണ്ടെത്തിയത്. ഇനി ഹൈക്കോടതിയിലായിരിക്കും ഇതിൻ്റെ തുടർ നടപടികൾ വരാൻ പോകുന്നത്. കാരണം ഇന്ന് കളക്ടർ സ്വാഭാവികമായും മുനിസിപ്പൽ കോർപ്പറേഷനിലെ വോട്ട് ചുമതലക്കാരൻ്റെ റിപ്പോർട്ടിലായിരിക്കും ഉറച്ചു നിൽക്കുക എന്നാണ് ലഭിക്കുന്ന സൂചന. അദ്ദേഹത്തിന് മറിച്ചൊരു തീരുമാനം എടുക്കാൻ സാധ്യതയില്ല. പിന്നീട് ഹൈക്കോടതി ആയിരിക്കും കാര്യങ്ങൾ തീരുമാനിക്കുക. ഒരുപക്ഷേ VM വിനു മേയർ സ്ഥാനാർത്ഥിയാകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഹൈക്കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഹാഷ്മി, ക്രിസ്റ്റീന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.